ഹലോ, നമസ്കാരം സാർ. എന്നെ കേൾക്കാമോ? കേൾക്കാം ക്ലിയർ. താങ്ക് യു. വളരെ ആകാംക്ഷയോടുകൂടി ഒട്ടനവധി പുതിയ അറിവുകൾ നേടുന്നതിന് വേണ്ടി ജീവിതത്തിലെ വലിയ തിരക്കുള്ള ഒരു സമയം, തിങ്കളാഴ്ച ദിവസം 9 മണി, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ ലോകത്തിന്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ ആശയം കേൾക്കുന്നതിനും അത് ജീവിതത്തിൽ പകർത്തുന്നതിനും വേണ്ടി ഈ മീറ്റിംഗ് ഹാളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഏതൊരു നല്ല കാര്യത്തിനു മുമ്പും ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഇരുന്നുകൊണ്ട് ഈ ആശയം കേൾക്കുന്നതിനും അത് ജീവിതത്തിൽ പകർത്തുന്നതിനും വേണ്ടി അവസരം കണ്ടെത്തുന്നതിന് വേണ്ടി ഈ മീറ്റിംഗ് ഹാളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് അവസരം ഒരുക്കി തന്ന ദൈവത്തിന് ഒരു നിമിഷം നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തെ സ്മരിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എന്നെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷജാർ എന്നാണ്. ഇടുക്കി ജില്ലയിലെ അടിമാലി എന്ന് പറയുന്ന സ്വദേശം, എൻ്റെ സ്വദേശം അടിമാലിയാണ്. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഈ ബിസിനസ് ആശയവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഈ സിസ്റ്റത്തില് ഗോൾഡ് റാങ്ക് അച്ചീവ് ചെയ്തുകൊണ്ട് നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മളിവിടെ കേൾക്കാൻ പോകുന്ന ആശയം, ടെക്നോളജിയുടെ ഒരു കാലഘട്ടത്തിലൂടെ ഇന്റർനെറ്റിന്റെയും കമ്പ്യൂട്ടറിന്റെയും സഹായത്തോടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന തൊഴിലിനോടൊപ്പം ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് യാതൊരുവിധ നഷ്ടസാധ്യതയുമില്ലാത്ത ലോകത്തിന്റെ നെറുകയിൽ വിപ്ലവകരമായ ഒരു മാറ്റം സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന ഒരു ആശയം വേണ്ടിയാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഇനിയുള്ള ഒരു 45 മിനിറ്റ് ഈ മീറ്റിംഗ് ഹാളിലിരിക്കുന്ന ആളുകൾ നമ്മുടെ ശരീരത്തോടൊപ്പം നമ്മുടെ മനസ്സും ഇവിടെ അർപ്പിച്ചാൽ ജീവിതത്തിൽ 100% നമുക്ക് എഴുതി വെക്കപ്പെടാൻ പറ്റും. അതൊരു മാറ്റമായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ഇവിടെ പ്ലാൻ പ്രസന്റ് ചെയ്യുന്നത് ഈ ബിസിനസ് ആശയം എന്താണെന്നും ടെതർ ഓഷ്യൻ എന്ന് പറയുന്ന ബിസിനസ് അതിന്റെ ടെക്നോളജി എന്താണെന്നും അത് ജീവിതത്തിൽ ഏതെല്ലാം രീതിയിൽ മാറ്റങ്ങൾ വരുത്തപ്പെടാൻ പറ്റും എന്ന് ഗവേഷണം ചെയ്തുകൊണ്ട് ഇന്റർനെറ്റിന്റെയും കമ്പ്യൂട്ടറിന്റെയും കാലഘട്ടത്തിൽ ബ്ലോക്ക് ചെയിൻ സംവിധാനത്തെക്കുറിച്ചും ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ചും വളരെ ആഴത്തിൽ പഠിക്കുകയും ചുരുങ്ങിയ കാലം കൊണ്ട് ടെതർ ഓഷ്യൻ എന്ന് പറയുന്ന ബിസിനസ് ആശയത്തിലൂടെ കടന്നു വന്ന് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ കമ്പനിയുടെ ടോപ്പ് അച്ചീവറായ ഡയമണ്ട് പൊസിഷൻ അച്ചീവ് ചെയ്തുകൊണ്ട് നല്ലൊരു ടീം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രേറ്റ് ലീഡർ അബ്ദുൾ മജീദ് സാറാണ് ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ പ്ലാൻ പ്രസന്റ് ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ടെതർ ഓഷ്യന്റെ ഗ്രേറ്റ് ഡയമണ്ട് ലീഡർ, പെരുമ്പാവൂർ സ്വദേശിയായ എറണാകുളം ജില്ലക്കാരനായ അബ്ദുൾ മജീദ് സാറിനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം സാർ. താങ്ക് യു ഷജാർ സാർ. വളരെ മനോഹരമായ ഒരു ഇൻട്രൊഡക്ഷൻ. എല്ലാവർക്കും ഈ മീറ്റിംഗ് ഹാളിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. തിങ്കളാഴ്ച ദിവസമാണ്. ഇന്നത്തെ ഈ ആഴ്ചയുടെ ആദ്യത്തെ ദിവസത്തിൽ വളരെയധികം ജീവിത തിരക്കിന്റെ ഇടയ്ക്കാണ് കുറച്ച് സമയം നമ്മൾ ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സൂം പ്രോഗ്രാമിലൂടെ ഒരുമിച്ച് ചേരുന്നത്. ഈ മീറ്റിംഗ് ഹാളിൽ ഞാൻ ഉൾപ്പെടെ 220 പേരെ ഞാൻ കാണുമ്പോൾ നമ്മളെല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്, ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമായ ടെതർ ഓഷ്യൻ എന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുക. ടെതർ ഓഷ്യൻ എന്ന പ്ലാറ്റ്ഫോം എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു സുഹൃത്തോ ബന്ധുവോ ക്ഷണിച്ചപ്പോൾ ആ ക്ഷണം സ്വീകരിച്ച് നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നു. ഏതായാലും വരുന്ന 35-40 മിനിറ്റുകൾ ഇവിടെ ഞാൻ മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളെ സശ്രദ്ധം ശ്രദ്ധിക്കുക. സ്ക്രീനിൽ വരുന്ന ഓരോ സ്ലൈഡ്സും അതിൽ പറയുന്ന ഇൻഫോർമേഷൻസും സശ്രദ്ധം
കാണുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് അത് കാരണമായി തീർന്നേക്കാം. tetherocean.com എന്ന വെബ്സൈറ്റിലൂടെ ഞാൻ പറയുന്ന എല്ലാ ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതുമാണ്. ഈ സിസ്റ്റം വളരെ വ്യത്യസ്തമായ ഒരു ആശയമാണ് മാർക്കറ്റിലേക്ക് പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, മാർക്കറ്റിൽ ധാരാളം ഓപ്പർച്യൂണിറ്റികളുണ്ട്. ട്രഡീഷണൽ രംഗത്തായാലും, ടെക്നോളജിക്കൽ ആയിട്ടുള്ള സിസ്റ്റം ആണെങ്കിലും, സോഷ്യൽ മാർക്കറ്റിംഗ് കരിയറിലാണെങ്കിലും ഉൽപ്പന്നങ്ങളിൽ അധിഷ്ഠിതമായ ഓപ്പർച്യൂണിറ്റിയെ നമുക്ക് കാണാൻ സാധിക്കും. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ അധിഷ്ഠിതമായ ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ലോകം മുഴുവൻ അടക്കി വാഴുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡസ്ട്രിയോ, ഫോറക്സ് മാർക്കറ്റോ, ക്രിപ്റ്റോ മാർക്കറ്റോ, കമ്മോഡിറ്റി മാർക്കറ്റോ, ഇതൊന്നുമല്ല tetherocean എന്ന പ്ലാറ്റ്ഫോം കടന്നു വരുന്ന മേഖല. tetherocean വ്യത്യസ്തമായ ഒരു മേഖലയിലേക്കാണ് ലോകത്തെ നയിക്കുന്നത്. ആ മേഖലയുടെ പേര് വുഡ എന്നാണ്. വാല്യൂ അപ്പ് ഡിജിറ്റൽ അസറ്റ്. 2024 മാർച്ച് 20 ആ സമയത്താണ് tetheroceanന്റെ തുടക്കം. ഏകദേശം 16 മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. 2024 മാർച്ച് 20 ഈ സിസ്റ്റം തുടങ്ങുമ്പോൾ ഈ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു സംഗതി ഒരു മാത്തമാറ്റിക്കൽ തിയറി ആയിരുന്നു. അത്ഭുതകരമായ ഒരു ലോജിക്കൽ തിയറി. 16 മാസങ്ങൾ പിന്നിടുമ്പോൾ ആ ലോജിക്കൽ തിയറി നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ മാജിക്കൽ തിയറിയെ തുടക്കത്തിൽ ഏറ്റെടുത്തവർ, ആ മാജിക്കൽ തിയറിയുടെ പവർ തിരിച്ചറിഞ്ഞ് അതിന്റെ പുറകെ നിന്നവർ ഇന്ന് 16 മാസം പിന്നിടുമ്പോൾ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയവരാണ്. ആ മാത്തമാറ്റിക്കൽ തിയറിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒരിക്കലും വില കുറയാത്ത ഒരു ഡിജിറ്റൽ അസറ്റ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഒരിക്കലും വില കുറയാത്ത ഒരു ഡിജിറ്റൽ അസറ്റ്. അത് ഇതുവരെ നമ്മൾ കേൾക്കാത്ത ഒരു സബ്ജക്റ്റ് ആണ്. നമുക്ക് പരിചയമുള്ള ക്രിപ്റ്റോ ഇൻഡസ്ട്രി എടുത്താലും, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡസ്ട്രി എടുത്താലും, ഫോറക്സ് മാർക്കറ്റ് എടുത്താലും, കമ്മോഡിറ്റി മാർക്കറ്റ് എടുത്താലും, വളരെ പോപ്പുലറായി നിൽക്കുന്ന ഏത് ഡിജിറ്റൽ യൂണിറ്റിനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചാലും അവിടെയെല്ലാം വില കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ tetherocean പ്ലാറ്റ്ഫോമിലുള്ള ഡിജിറ്റൽ അസറ്റുകൾ അതൊരിക്കലും വില കുറയാത്തതാണ്. പ്രൈസ് ഇൻക്രീസ് ഓൺ ബൈ ആൻഡ് സെൽ. വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വില കയറിക്കൊണ്ടേയിരിക്കും. അതിന് പറ്റുന്ന ഒരു മാത്തമാറ്റിക്കൽ ലോജിക് ആണ് 2024 മാർച്ച് 20 ബ്ലോക്ക് ചെയിനിൽ എൻക്രിപ്റ്റഡ് ആയി 100% ഡീസെൻട്രലൈസ്ഡ് സ്മാർട്ട് കോൺട്രാക്ട് നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്. ഈ സ്മാർട്ട് കോൺട്രാക്ട് വരുമ്പോൾ Web20 പ്ലാറ്റ്ഫോമിലെ ഒരു ബ്ലോക്ക് ചെയിനിലെ ഒരു സിസ്റ്റം മാത്രം, ഒരു വാലറ്റ് പോലും അതിൽ അസോസിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ആദ്യത്തെ ട്രാൻസാക്ഷൻസിലൂടെ ഫസ്റ്റ് വാലറ്റ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് ചേഞ്ച് സംഭവിച്ചു. അങ്ങനെ വന്ന് ഇന്ന് ഒരു 9670ഓളം വാലറ്റുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ വാലറ്റ് ഓണേഴ്സ് ആയ ആളുകളാണ് ഈ സിസ്റ്റത്തിന്റെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആ കമ്മ്യൂണിറ്റിയാണ് സിസ്റ്റത്തിന്റെ ബയറും ഈ സിസ്റ്റത്തിലെ സെല്ലറും. അവർ തന്നെ വാങ്ങുകയും വിൽക്കുകയും ചെയ്താൽ തന്നെ ഈ സിസ്റ്റത്തിൽ വില കൂടിക്കൊണ്ടേയിരിക്കും. അവർ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ആളുകളും ഈ സിസ്റ്റത്തിലെ ബയേഴ്സ് ആണ്. ലാഭത്തിലെത്തുമ്പോൾ അവർ സെല്ലേഴ്സായി മാറുകയും ചെയ്യും. സോ ഒരു വിർച്വൽ അസറ്റ് ആണ് ഇവിടെ ട്രേഡ് ചെയ്യപ്പെടാനുള്ളത്. ഇവിടെ നടക്കുന്ന ട്രേഡ് ബൈയും സെല്ലുമാണ്. എന്നാൽ ഈ വിർച്വൽ അസറ്റ് ഒരിക്കലും എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതല്ല. അങ്ങനെ ഒരു ചിന്ത നമുക്ക് ആർക്കും വേണ്ട. ഇതൊരു ക്രിപ്റ്റോ കറൻസി പ്രൊജക്റ്റുമല്ല. എന്നാൽ ഈ വിർച്വൽ അസറ്റ് വാങ്ങണമെങ്കിൽ Web20 USDT വേണം. Web20 ബ്ലോക്ക് ചെയിനിലാണ് ഇത് എൻക്രിപ്റ്റഡ് മോഡൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം ആക്സസ് ചെയ്യണമെങ്കിൽ ഒരു ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ വാലറ്റ് നമ്മൾ ഉപയോഗിക്കണം. ടോക്കൺ ബക്കറ്റ് ആണ് ഏറ്റവും ഉത്തമം. ഈ സിസ്റ്റത്തിൽ ബൈയും സെല്ലുമാണ് നടക്കുന്നത് നമ്മൾ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഒരു ബൈ പ്രൈസും ഒരു സെൽ പ്രൈസും ഉണ്ടാകും.
സോ വില കയറുക മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം വരാം, ആ വിലയിൽ ഒരു മാനിപ്പുലേഷനുള്ള പോസിബിലിറ്റി ഉണ്ടോ, ഒരു റഗ് പുൾ ആണോ? എന്നാൽ ഇതിന്റെ മാത്തമാറ്റിക്കൽ ലോജിക്കിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ, ഇതുവരെയുള്ള ട്രാൻസാക്ഷൻസ് ബ്ലോക്ക് ചെയിനിൽ ഒന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നോ റഗ് പുൾ പോസിബിലിറ്റി. റഗ് പുൾ ഒരിക്കലും വരാത്ത ഒരു സിസ്റ്റം, ഒരു ചാൻസും റഗ് പുളിന് വേണ്ടി കൊടുക്കാത്ത ഒരു സിസ്റ്റം. അതാണ് ടെതർ ഓഷൻ എന്ന പ്ലാറ്റ്ഫോം. 2024 ഈ സിസ്റ്റം തുടങ്ങുമ്പോൾ, വുഡ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ സിസ്റ്റത്തിൽ കടന്നു വരുമ്പോൾ, ഒരാൾക്ക് $20 മുതൽ $1000 റേഞ്ചിലുള്ള ഏത് സംഖ്യ കൊണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. $1001 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഒരാൾക്ക് 5000-ഓ 6000-ഓ 10000-ഓ ഡോളർ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ 1000 എന്ന ക്രമത്തിൽ മാത്രമേ ചെയ്യാൻ സാധിക്കൂ. ഒരു മാക്സിമം ബൈയിങ് ലിമിറ്റ് അവിടെ സെറ്റ് ചെയ്തിരുന്നു. പക്ഷെ വാങ്ങുമ്പോ 35% വിലയുള്ള യൂണിറ്റ്സ് മാത്രമേ ആ കസ്റ്റമർക്ക് കിട്ടൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു നഷ്ട സാധ്യത അവിടെ ഉണ്ട്. ഞാൻ $1000 മുടക്കിയാൽ എനിക്ക് $350 യൂണിറ്റ്സ് തരുന്നു, അതും ആ സമയത്തെ വിലയ്ക്ക്. പക്ഷെ ഈ ആശയത്തിന്റെ പവർ മനസ്സിലാക്കിയ ആളുകൾ 2024 മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ സമയത്തെല്ലാം കടന്നു വന്ന ആളുകൾ വളരെ വലിയ ഗ്രോത്ത് ആണ് ഈ സമയം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. 6 മടങ്ങും 7 മടങ്ങും 10 മടങ്ങും ഗ്രോത്ത് നേടിയെടുത്ത ആൾക്കാരെ നമുക്ക് കമ്മ്യൂണിറ്റിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ തുടക്കം 35% ആയതുകൊണ്ട് പലർക്കും ഇതിനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചില്ല. ഈ 35% നിന്ന് എന്ന് ഗ്രോത്ത് വന്ന് അത് 100%-ലെത്തി, അവിടെ നിന്ന് ഗ്രോത്ത് വന്ന്, അങ്ങനെ കുറെ ചിന്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ 5 ആഡ് ഓൺ പ്രൊജക്ടിന്റെ സാധ്യതകൾ ഇതിന്റെ ക്രിയേറ്റേഴ്സ് അനൗൺസ് ചെയ്യപ്പെട്ടിരുന്നു. അതിൽ ഫസ്റ്റ് ആഡ് ഓൺ പ്രൊജക്ട് 2025 മാർച്ച് മാസം 18 ഓപ്പൺ ആക്കി, ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസ്. അത് ഓപ്പൺ ആയതോടുകൂടി ബേസ് പ്ലാറ്റ്ഫോമായി ടെതർ ഓഷനിൽ ഒരു $20 ഒരു മാൻഡേറ്ററി രജിസ്ട്രേഷൻ മാത്രമാണ് ഉണ്ടായി വന്നത്. അതിനുശേഷം ടെതർ ഓഷൻ എന്ന പ്ലാറ്റ്ഫോമിൽ തന്നെ വീണ്ടും വേണമെങ്കിൽ വാങ്ങാം, ടോവ മാർക്കറ്റ് പ്ലേസിലും വീണ്ടും വാങ്ങാം. അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ വാങ്ങുന്നവർ ഈ സിസ്റ്റത്തിലുള്ള കമ്മ്യൂണിറ്റി മാത്രമാണ്. ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള റേഷ്യോയിലാണ് ടോവ മാർക്കറ്റ് പ്ലേസിനെ സെറ്റ് ചെയ്തത്. ടെതർ ഓഷൻ ഒരു ബാങ്കിങ് സിസ്റ്റം പോലെയാണെങ്കിൽ ടോവ മാർക്കറ്റ് പ്ലേസ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിംഗ് തിയറിയാണ്. യൂണിറ്റ്സ് സിസ്റ്റം ഇഷ്യൂ ചെയ്യുന്നു, അത് മാർക്കറ്റ് പ്ലേസിൽ ട്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഒരാൾ വിൽക്കുന്നു, വേറൊരാൾ വാങ്ങുന്നു, അടുത്ത ആൾ വിൽക്കുന്നു, അടുത്ത ആൾ വാങ്ങുന്നു എന്ന തരത്തിൽ ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള കോമ്പിനേഷനിലാണ് ടോവ മാർക്കറ്റ് പ്ലേസ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുവേണ്ടി ഒരു ബേസിക് കാൽക്കുലേഷൻ വുഡ ടെക്നോളജിയിൽ അവർ സെറ്റ് ചെയ്തിരുന്നു. ആ കാൽക്കുലേഷൻ ഇതാണ്: വില നിർണ്ണയിക്കപ്പെടുന്നത് വുഡയിലാണ്. വുഡയിൽ നിർണ്ണയിക്കപ്പെടുന്ന വിലയുടെ 5 ഇരട്ടിയായിരിക്കും ടോവയിലെ വില. ഈ സിസ്റ്റത്തിൽ ഇനി വരാൻ പോകുന്ന ഓരോ ആഡ് ഓൺ പ്രൊജക്ടിന്റെയും ബേസിക് തിയറി അങ്ങനെ തന്നെയായിരിക്കും. വുഡയിൽ എത്രയാണോ വില, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വിലയായിരിക്കും ഓരോ ആഡ് ഓൺ പ്രൊജക്റ്റിലും വരിക. സോ $0.10 വുഡയിൽ വിലയുള്ള സമയത്ത് $0.50 ആണ് ടോവയിലെ വില. $1 വുഡയിൽ വിലയുള്ള സമയത്ത് $5 ആണ് ടോവയിലെ വില. അപ്പൊ വുഡയുടെ വില എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടുന്നത്? അത് സിസ്റ്റത്തിൽ തന്നെ അതിന് കൃത്യമായ ഒരു ലോജിക്കൽ തിയറി പറഞ്ഞിട്ടുണ്ട്. ഏതൊരു ഡിജിറ്റൽ യൂണിറ്റിന്റെയും വില നിർണ്ണയിക്കപ്പെടുന്ന തിയറി ഫൈനൽ ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ ഫൈനൽ കോയിൻ. അതാണ് ഈ സിസ്റ്റത്തിന്റെ ബൈ പ്രൈസ്. ഫൈനൽ ലിക്വിഡിറ്റി എത്രയാണോ, ഫൈനൽ കോയിൻ എത്രയുണ്ടോ, ലിക്വിഡിറ്റിയെ കോയിന്റെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് ഇവിടുത്തെ വാങ്ങുന്ന വില എന്ന് പറയുന്നത്. വാങ്ങുന്ന വില നിർണ്ണയിക്കപ്പെട്ടാൽ അപ്പൊ തന്നെ പഴയ വാങ്ങുന്ന വില സെൽ പ്രൈസ് ആയിട്ട് സെറ്റ് ആകും. അതുകൊണ്ട് തന്നെ മിക്കവാറും വാങ്ങുന്ന വില അല്പം കൂടുതലും വിൽക്കുന്ന വില കുറവുമായിരിക്കും. കാരണം ഒരാൾ വാങ്ങുന്ന സമയത്താണ് ആ വില മാറ്റം സംഭവിക്കുന്നത്. വിൽക്കുന്ന സമയത്തും വില മാറ്റം സംഭവിക്കും. സാധാരണ ഈ വില മാറ്റം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും നടക്കുന്നതാണ്.
പക്ഷെ മറ്റുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും വാങ്ങുന്നവരുടെ എണ്ണം കൂടുമ്പോൾ വില കൂടുകയും വിൽക്കുന്നവരുടെ എണ്ണം കൂടുമ്പോൾ വില കുറയുകയും ചെയ്യുന്ന പ്രോസസ് ആണെങ്കിൽ ഇവിടെ വാങ്ങുന്നവരുടെ എണ്ണം കൂടിയാലും വിൽക്കുന്നവരുടെ എണ്ണം കൂടിയാലും വില കൂടുക മാത്രമേ ഉള്ളൂ, ഒരിക്കലും കുറയില്ല. കാരണം ഫൈനൽ ലിക്വിഡിറ്റി, ഫൈനൽ കോയിൻ അനുപാതം അത്തരത്തിലാണ് സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ സിസ്റ്റത്തിന്റെ തുടക്കം 2024 മാർച്ച് 20 എന്ന് പറയുമ്പോൾ അന്ന് ഫൈനൽ ലിക്വിഡിറ്റി 0 ഫൈനൽ കോയിനും 0. അന്ന് ബൈ പ്രൈസ് ആയിട്ട് ഉണ്ടായിരുന്നത് 0.01 എന്ന പ്രൈസ് ആയിരുന്നു. അന്ന് സെൽ പ്രൈസ് 0 ആയിരുന്നു. ആദ്യത്തെ ട്രാൻസാക്ഷൻസിലൂടെ അത് $100 കൊണ്ടാണ് നടക്കുന്നത്. ബ്ലോക്ക് ചെയിനിൽ നമുക്കത് ചെക്ക് ചെയ്യാൻ സാധിക്കും. ആ $100 52% ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. സോ $52 ഫൈനൽ ലിക്വിഡിറ്റി ആയിട്ട് വന്നു. 35% വിലയുള്ള യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. $100 35% $35 ആ $35 ഡിവൈഡഡ് ബൈ ആ സമയത്തെ ബൈ പ്രൈസ് 0.01 3500 യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ ലിക്വിഡിറ്റി വന്നു, യൂണിറ്റ് നമ്പർ വന്നു. ലിക്വിഡിറ്റിയെ യൂണിറ്റ് നമ്പർ കൊണ്ട് ഹരിച്ചപ്പോ പുതിയ ബൈ പ്രൈസ് വന്നു 0.01485. സെയിം ടൈം 0.01 എന്ന പ്രൈസ് സെൽ പ്രൈസ് ആയിട്ട് സെറ്റ് ആയി. ഇതായിരുന്നു സിസ്റ്റത്തിലെ ആദ്യത്തെ പ്രൈസ് ചേഞ്ച്. അവിടെ നിന്ന് അങ്ങോട്ട് ഈ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഓരോ വാലറ്റിനനുസരിച്ച് ഈ സിസ്റ്റത്തിൽ ആരെല്ലാം വാങ്ങുന്നുണ്ടോ ആരെല്ലാം വിൽക്കുന്നുണ്ടോ അതിന് ആനുപാതികമായി വില കയറി 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 യൂണിറ്റിന്റെ എണ്ണം കൂടുകയും കുറയുകയും ചെയ്ത് ഇപ്പോ എത്തി നിൽക്കുകയാണ് 2.243556. ഈ പ്രൈസ് ഇനിയും കൂടുക മാത്രമേ ഉള്ളൂ, ഒരിക്കലും കുറയുന്നില്ല. ഇതൊരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്, 100% ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം. ഇവിടുത്തെ ഓരോ ആക്ടിവിറ്റിയും റിയൽ ടൈം ആണ്. ഇവിടെ പേ ഔട്ടും റിയൽ ടൈം ആണ്. ഈ പ്ലാറ്റ്ഫോമിനെ മാർക്കറ്റ് ചെയ്യപ്പെട്ടാൽ അവിടെ നമുക്ക് കമ്മീഷൻ നേടാനുള്ള ഫെസിലിറ്റി ഈ സിസ്റ്റം ഒരുക്കിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ലോകത്തെ എന്ത് ബ്യൂട്ടിഫുൾ ആയ സാധനങ്ങൾ ഉണ്ടെങ്കിലും അത് മാർക്കറ്റ് ചെയ്യപ്പെടണം. മാർക്കറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അവിടെ റവന്യൂ ഷെയറിംഗ് ഉണ്ടാകണം. റവന്യൂ ഷെയറിംഗ് ഉണ്ടാകണമെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാകണം. ഈ സിസ്റ്റം ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സോഷ്യൽ മാർക്കറ്റിംഗ് കരിയർ ആണ്. കടന്നു വരുന്ന ഓരോരുത്തർക്കും ട്രേഡറായി നിലനിൽക്കാം. സെയിം ടൈം ഈ ഓപ്പർച്യൂണിറ്റിയെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് കമ്മീഷൻ വാങ്ങുകയും ചെയ്യാം. എല്ലാം റിയൽ ടൈമായി നടക്കുന്ന രൂപത്തിലാണ് ഈ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിലേക്ക് സെക്കൻഡ് ആഡ് ഓൺ പ്രൊജക്ട് ആഡ് ഓൺ ചെയ്യാൻ പോകുന്നു, ടോവ എക്സ്. ഇൻട്രൊഡ്യൂസിങ് ടോവ എക്സ്. എന്താണ് ടോവ എക്സ്? ടെതറോഷൻ പ്ലാറ്റ്ഫോം ഒരു ബാങ്കിങ് സെഗ്മെന്റ് പോലെയാണ്, ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത്. അതിന് ബേസ് കൊണ്ടുവന്ന ടോവ മാർക്കറ്റ് പ്ലേസ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ തിയറിയാണ് ഫോളോ ചെയ്യുന്നത്. ടെതറോഷനിലെ ലിക്വിഡിറ്റിയും ടോവ മാർക്കറ്റ് പ്ലേസിന്റെ ട്രേഡിംഗ് ഫെസിലിറ്റിയും ഇത് രണ്ടും കൂടിച്ചേരുന്നതാണ് ടോവ എക്സ്. ടോവ എക്സ് ലിക്വിഡിറ്റി അധിഷ്ഠിതമായ ഒരു മാർക്കറ്റ് പ്ലേസ് ആയിരിക്കും. അവിടെ മാർക്കറ്റ് പ്ലേസിനുള്ള ലിക്വിഡിറ്റി ഉണ്ടാകും, മാർക്കറ്റ് പ്ലേസിന് വേണ്ടി ഒരു ബയർ പൂൾ ഉണ്ടാകും. അത് രണ്ടും ട്രാൻസ്പെറന്റ് ആയിരിക്കും, ആർക്കും പരിശോധിക്കാവുന്നതായിരിക്കും. അതിൽ വരുന്ന ഫണ്ട് ഫ്ലോ കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും ഈ പ്ലാറ്റ്ഫോം മാർക്കറ്റിൽ നിന്ന് എല്ലാവർക്കും 100% കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു സിസ്റ്റമായി ടോവ എക്സ് മാർക്കറ്റിലേക്ക് വരികയാണ്. ഇവിടെ ടെതറോഷന്റെ പ്രൈസിനെ കുറിച്ചുള്ള ഒരു പൊട്ടൻഷ്യൽ ഗ്രോത്തിനെ കുറിച്ചുള്ള സൂചന നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ക്രിപ്റ്റോ കറൻസി. അതിൽ ഏറ്റവും ഗ്രോത്ത് കാണിച്ചിരിക്കുന്ന, ഏറ്റവും പോപ്പുലർ ആയി നിൽക്കുന്ന ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ്കോയിൻ. ബിറ്റ്കോയിൻ എന്ന സിസ്റ്റത്തിൽ ഓരോ 4 വർഷത്തിലും നടക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്, ഹാൽവിംഗ്. ഒരു ഹാൽവിംഗ് പ്രോസസ്സ് കഴിഞ്ഞാൽ ഏകദേശം 14 മുതൽ 18 മാസത്തിനുള്ളിൽ അതിന്റെ പ്രൈസ് ഏറ്റവും ടോപ്പിലെത്തും. 2009 മുതൽ 2025 വരെയുള്ള ഈ സമയങ്ങളിലെല്ലാം അത് കൃത്യമായി നടന്നിട്ടുണ്ട്. അതുപോലെ വുഡ ടെക്നോളജിയിലെ ഫസ്റ്റ് പ്രൊജക്റ്റായ ടെതറോഷനിൽ ഓരോ ആഡ് ഓൺ പ്രൊജക്ട് വരുമ്പോഴും ടെതറോഷന്റെ പ്രൈസ് ജമ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്കൊന്ന് പരിശോധിക്കാം അതിന്റെ പോസിബിലിറ്റി എത്രമാത്രമായിരുന്നു എന്ന്. ലോഞ്ച് പ്രൈസ് 0.01 ആണെന്ന് പറഞ്ഞു. 2024
മാർച്ച് 21 മുതൽ ഇതിൽ ട്രാൻസാക്ഷൻ നടന്നു. ആദ്യത്തെ പ്രൈസ് ചേഞ്ച് $0.01485 ആണ്. അത് $100 കൊണ്ട് ആദ്യത്തെ വാലറ്റ് രജിസ്റ്റർ ചെയ്തപ്പോൾ സംഭവിച്ചതാണ്. ഫസ്റ്റ് ആഡ് ഓൺ പ്രൊജക്ട് 2025 മാർച്ച് 18 സിസ്റ്റത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോ, ആഡ് ചെയ്യപ്പെടുമ്പോ അന്ന് ടെതറോഷിന്റെ പ്രൈസ് $0.24 ആയിരുന്നു. അന്ന് രജിസ്റ്റേർഡ് വാലറ്റ് 1790 ആയിരുന്നു. പക്ഷേ ഓഗസ്റ്റ് 11 സ്റ്റേറ്റ്മെന്റ് പ്രകാരം 2.235764 ആയിരുന്നു പ്രൈസ്. ഇന്ന് ഓഗസ്റ്റ് 18 നിൽക്കുമ്പോ 2.2456 നിൽക്കുന്നു. വില ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഏകദേശം ഓഗസ്റ്റ് 14 സ്റ്റേറ്റ്മെന്റ് പ്രകാരം 9637 വാലറ്റുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് 9670 മേലെ വാലറ്റുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാം ബ്ലോക്ക് ചെയിനിൽ ട്രാൻസ്പെറന്റ് ആണ്. ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് 2025 മാർച്ച് 18 മുതൽ ഓഗസ്റ്റ് 18 വരെയുള്ള സമയം 5 മാസമാണ്. ഈ 5 മാസം കൊണ്ട് 0.24 നിന്ന് 2.24 പ്രൈസ് എത്തിയെന്ന് പറയുമ്പോൾ ഗ്രോത്ത് റേറ്റ് എത്ര ശതമാനമാണ്? 829%. സോ സെക്കൻഡ് ആഡ് ഓൺ പ്രൊജക്ട് സിസ്റ്റത്തിലേക്ക് വരാൻ പോകുമ്പോൾ, ടോവ എക്സിന്റെ ഇൻട്രൊഡക്ഷൻ വരാൻ പോകുമ്പോൾ ടെതറോഷിന്റെ പ്രൈസിൽ വീണ്ടും ഒരു പ്രൈസ് ജമ്പിംഗ് ഉള്ള പോസിബിലിറ്റി കാണാൻ സാധിക്കും. ടോവ മാർക്കറ്റ് പ്ലേസ് വന്നപ്പോ പ്രൊമോട്ട് ചെയ്യുന്ന 1790 വാലറ്റ് ഓണേഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് 9600 വാലറ്റ് ഓണേഴ്സ് ഉണ്ട്. അതിൽ ഒരാൾ തന്നെ മൾട്ടിപ്പിൾ വാലറ്റ് ഓണേഴ്സ് ഒക്കെ ആയിരിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, 2025 മാർച്ച് 18 സിസ്റ്റത്തിന്റെ കൂടെ പ്രൊമോട്ട് ചെയ്യാൻ എത്ര ആളുണ്ടായിരുന്നു, അതിനേക്കാൾ വളരെ കൂടുതൽ ആളുകൾ വളരെ വ്യത്യസ്തമായ മേഖലയിൽ നിന്ന് ഈ സിസ്റ്റത്തിലേക്ക് ഓൾറെഡി കടന്നു വന്ന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ടോവ എക്സിന്റെ ഇൻട്രൊഡക്ഷനോട് കൂടി ടെതറോഷിന്റെ പ്രൈസിൽ സെയിം ഒരു 829% ഗ്രോത്ത് വരാനുള്ള പോസിബിലിറ്റി ഞാൻ കാണുന്നു. അപ്പൊ നെക്സ്റ്റ് 5 മാസം, അടുത്ത 5 മാസം, അതായത് ജനുവരി 18 2.24 എന്ന പ്രൈസ് 829% ഗ്രോത്തിലേക്ക് എത്തിയാൽ ചിന്തിക്കുന്നതിനപ്പുറം ഗ്രോത്തിനുള്ള പോസിബിലിറ്റി ഈ ടെതറോഷിനിലുണ്ട്. ഈ പ്ലാറ്റ്ഫോമിനെ ഒന്ന് മാർക്കറ്റ് ചെയ്യുമ്പോൾ $20 ഉപയോഗിച്ച് നമുക്ക് രജിസ്ട്രേഷൻ കടന്നു വരാം. ആ രജിസ്ട്രേഷൻ മാത്രം വച്ചാൽ അതിനെ ബേസ് കൊണ്ട് 23% 10 ലെവലിലേക്ക് ഇൻകം ആയിട്ട് കൊടുക്കുന്നുണ്ട് സിസ്റ്റം. അതേ പ്ലാറ്റ്ഫോമിൽ തന്നെ $100 കൊണ്ടോ $500 കൊണ്ടോ $1000 കൊണ്ടോ വാങ്ങുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകം നമ്മുടെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഏകദേശം $1620 35% വില എന്ന് പറയുമ്പോൾ $567 ഉണ്ട്. ആ $567 തുല്യമായിട്ടുള്ള യൂണിറ്റ്സ് 2.24 യൂണിറ്റ്സ് റേറ്റിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ആ യൂണിറ്റ് ഒരു 5 മാസം പിന്നിടുമ്പോൾ $18.51 എത്തുമെന്നൊക്കെ പറഞ്ഞാൽ എടുക്കാൻ സാധ്യതയുള്ള ഗ്രോത്തിന്റെ പൊട്ടൻഷ്യൽ എത്രയാണ്? ഇതൊന്ന് മനസ്സിലാക്കി കൊടുത്താൽ നമ്മുടെ സുഹൃത്ത് വലയത്തിലുള്ള, നമ്മുടെ ബന്ധുജനങ്ങളിലുള്ള, നമ്മുടെ അയൽവക്കത്തിലുള്ള, നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള എത്രയോ ആളുകൾക്ക് ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ, അവരുടെ കയ്യിലുള്ള പണത്തെ ഒരു വലിയ മാറ്റമാക്കി മാറ്റാൻ സാധ്യതയുണ്ട്. ആ സാധ്യത ഒന്ന് മാർക്കറ്റ് ചെയ്യപ്പെട്ടാൽ ഫസ്റ്റ് ലെവലിൽ ഒരു 10% കമ്മീഷൻ എടുക്കാം. അപ്പൊ ഒരു $1620 ഒരു റെഫറൻസ് കൊടുത്താൽ $162 ലഭിക്കും. സെക്കൻഡ് ലെവലിൽ 3% കമ്മീഷൻ എടുക്കാം. 3, 4, 5 ലെവലിൽ 2% കമ്മീഷൻ എടുക്കാം. 6, 7, 8 ലെവലിൽ 1% കമ്മീഷൻ എടുക്കാം. 9, 10 ലെവലിൽ 0.5% കമ്മീഷൻ എടുക്കാം. അത് കിട്ടണമെങ്കിൽ നമ്മുടെ പേഴ്സണൽ പാക്കേജ് $100 ആയിരിക്കണം. അപ്പൊ $20 രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവരും ഒരു $100 കൊണ്ട് ടെതറോഷിൽ വാങ്ങുക. അപ്പൊ $120 ആയി. സോ പേഴ്സണൽ ഐഡിയ ആയി. അത്തരത്തിൽ $120 ചെയ്യാൻ പറ്റുന്ന 5 പേരെ സ്പോൺസർ ചെയ്യുക. സോ $500 ബിസിനസ് വോളിയവും 5 ഡയറക്റ്റ് റെഫറലുമായി. അങ്ങനെ നിൽക്കുമ്പോ ടോട്ടൽ ടീം വോളിയം വരുമ്പോ നമുക്ക് റാങ്കുകൾ കിട്ടും. റാങ്ക് വഴി ഇൻഫിനിറ്റ് ലെവലിൽ നിന്ന് 4 മുതൽ 16% നമുക്ക് നേടാൻ സാധിക്കും. ഇൻഫിനിറ്റ് ലെവൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒന്നാമത്തെ ലെവലിലും ആ പെർസെന്റേജ് കൂടും.
ഇങ്ങനെ $20 രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ടോവ എക്സിലേക്ക് വരാൻ സാധിക്കൂ. ടോവ എക്സിലേക്ക് കടന്നു വരുന്ന ഒരാൾ $50 മുതൽ $2500 വരുന്ന പാക്കേജിലൂടെ ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഇതുവരെ ഫോളോ ചെയ്ത ടെതറോഷനിലും ടോവ മാർക്കറ്റ് പ്ലേസിലും ഒരാൾക്കുള്ള ഓപ്പർച്യൂണിറ്റി 21, 22, 25, 30, 40 അങ്ങനെ ഇൻ ബിറ്റ്വീൻ ഏത് സംഖ്യ കൊണ്ടും ട്രേഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ടോവ എക്സിൽ വളരെ വ്യത്യസ്തമായ സമീപനം കൊണ്ടുവരുന്നു. പാക്കേജ് എന്ന സിസ്റ്റം, $50 ഒരു പാക്കേജ്, അവിടെ വേണമെങ്കിൽ ട്രേഡ് കണ്ടിന്യൂ ചെയ്ത് പോകാം. എന്നാൽ $100 പാക്കേജിലേക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. അവിടുന്ന് $250 അപ്ഗ്രേഡ് ചെയ്യാം. അവിടുന്ന് വേണമെങ്കിൽ $2500 അപ്ഗ്രേഡ് ചെയ്യാം. അങ്ങനെ 50 മുതൽ 2500 വരെ വരുന്ന ഡിഫറെന്റ് പാക്കേജുകൾ. പാക്കേജ് ഏതെടുത്താലും സിസ്റ്റം ഓട്ടോ ബൈ ചെയ്യപ്പെടും. സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് 40% കൊണ്ടും മാർക്കറ്റ് പ്ലേസിൽ നിന്ന് 60% കൊണ്ടും. സോ $2500 കൊണ്ട് ബൈ ചെയ്യുന്ന ഒരാൾ 1000, 1500 എന്ന റേഷ്യോയിൽ സിസ്റ്റത്തിൽ നിന്ന് ബൈ നടക്കും. 20% ടോവ എക്സിൽ നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ്. ആ ഗ്രോത്തിന് കാരണം എന്താണ്? ഈ സിസ്റ്റത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ ആണ്. എവിടെയെല്ലാം നടക്കുന്ന ട്രാൻസാക്ഷൻ? ടെതറോഷൻ നടക്കുന്ന ട്രാൻസാക്ഷൻ, ബൈയും സെല്ലും. ടോവ മാർക്കറ്റ് പ്ലേസിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ, ബൈയും സെല്ലും. ടോവ എക്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ, ബൈയും സെല്ലും. സെയിം ടൈം ഒരു അഡീഷണൽ ഓപ്പർച്യൂണിറ്റി സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നു. ഓരോ ഇൻകം വിഡ്രോ ചെയ്യുമ്പോഴും ടോവ എക്സിൽ നിന്ന് അഫിലിയേറ്റ് ഇൻകം വിഡ്രോ ചെയ്യുന്ന സമയത്തും പ്രൈസ് ഹൈക്കിനുള്ള ഒരു പോസിബിലിറ്റി ടോവ എക്സിൽ അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. സോ 20% ഗ്രോത്ത് കിട്ടുക എന്നുള്ളത് ഒരു ഈസി പ്രോസസ് ആയിട്ട് ടോവ എക്സിൽ മാറിയിട്ടുണ്ടാകും. സോ $1000 20% ഗ്രോത്ത് എത്തിയാൽ $1200 ആയി. $1500 20% ഗ്രോത്ത് എത്തിയാൽ $1800 ആയി. ആ 20% എത്തിയാൽ നമുക്ക് സെല് ചെയ്യാം. അപ്പൊ ഒരു 25% കഴിഞ്ഞിട്ട് സെല് ചെയ്യാൻ തീരുമാനിച്ചാലോ? കാര്യമില്ല. കാരണം 20% ഗ്രോത്ത് സ്റ്റോപ്പ് ആകും. 19% എത്തുമ്പോൾ സെല് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലോ? സാധിക്കുകയുമില്ല. 20% വരെ കാത്തിരിക്കണം. 20% എത്തുമ്പോൾ നമ്മൾ സെല് ചെയ്യണം. സെല് ചെയ്യുമ്പോൾ ഒരു 4% ഫീസ് ഉണ്ട്. സെല് ചെയ്യുന്നതിന് ഒരു റൂള് സിസ്റ്റം ഫോളോ ചെയ്തിട്ടുണ്ട്. സ്മാർട്ട് കോൺട്രാക്റ്റിലുള്ളത് സെല് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങിയിരിക്കണം. മാർക്കറ്റ് പ്ലേസിലുള്ളത് സെല് ചെയ്യണമെങ്കിൽ സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് വാങ്ങിയിരിക്കണം. സോ ഫസ്റ്റ് ബൈ ഓട്ടോ ബൈ ആയതുകൊണ്ട് തന്നെ ഇവിടെ സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്നും മാർക്കറ്റ് പ്ലേസിൽ നിന്നും ഓൾറെഡി വാങ്ങിക്കഴിഞ്ഞു. സോ $1000 $1200 4% സർവീസ് ചാർജ് കഴിഞ്ഞ് നമ്മൾ സെല്ല് ചെയ്തു. $1152 നമുക്ക് തിരിച്ചു കിട്ടി. ഇവിടെ നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് റീബൈ ചെയ്തേ പറ്റൂ. കാരണം സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് റീബൈ ചെയ്യാതെ മാർക്കറ്റ് പ്ലേസിൽ സെല്ല് ചെയ്യാൻ സാധിക്കില്ല. സോ നമുക്കൊരു $1800 സെല്ല് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ക്യാപിറ്റൽ നമ്മൾ റീബൈ ചെയ്യും. $1000 മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ സെല്ല് ചെയ്യുന്നു. $1800 4% സർവീസ് ചാർജ് കഴിഞ്ഞ് $1728 നമുക്ക് തിരിച്ചു കിട്ടുന്നു. അതിൽ ക്യാപിറ്റൽ $1500 റീബൈ ചെയ്യുന്നു. സോ നമ്മൾ 152ഉം 228ഉം $380 ആ ട്രേഡിൽ നിന്നും പ്രോഫിറ്റ് നമ്മൾ എടുത്തു എന്നർത്ഥം. നോക്കൂ, ഒരു ട്രേഡിൽ നിന്ന് $380 പ്രോഫിറ്റ് കിട്ടുന്നു. 20% എത്തുന്ന സമയം മാത്രമാണ് അതിനുള്ള കാത്തിരിപ്പ്. ഇപ്പോ മാർക്കറ്റിന്റെ മൊമെന്റം വാച്ച് ചെയ്താൽ ഒരു 14 മുതൽ 20 ദിവസത്തിൽ ആ 20% എത്താനുള്ള പോസിബിലിറ്റി നോക്കി കാണുന്നുണ്ട്. ആ രൂപത്തിലാണ് ഇന്ന് മാർക്കറ്റ് ആളുകൾ ഇന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ടോവക്സിന്റെ വരവ് ടെതറോഷൻ പ്ലാറ്റ്ഫോമിൽ വലിയ മാറ്റത്തിന് കാരണമായി തീരാൻ പോകുന്നു. ട്രെൻഡ് ഇന്ന് ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു. സോ ടോവക്സ് എന്നത്തേക്ക് കടന്നു വരും? ഈ എക്സ്പെക്ടേഷനിലാണ് ഇന്ന് ടെതറോഷൻ കമ്മ്യൂണിറ്റി ടോട്ടൽ. ആ കമ്മ്യൂണിറ്റി ടോട്ടൽ അവരുടെ സർക്കിളിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെസ്സേജായി. സ്വാഭാവികമായിട്ടും ഈ സിസ്റ്റത്തിന്റെ ഗ്രോത്ത് 14 മുതൽ 20 ദിവസത്തിനുള്ളിൽ ആ 20% ടച്ച് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എത്തിക്കഴിഞ്ഞു. റീബൈ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് മാത്രമേ അയാൾ എടുക്കുന്നുള്ളൂ. ക്യാപിറ്റൽ റീബൈ ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു 14 മുതൽ 20 ദിവസത്തിനുള്ളിൽ ആ ഗ്രോത്ത് എത്തിയാൽ അടുത്ത സൈക്കിളും സെയിം 14 മുതൽ 20 ദിവസത്തിൽ എത്താൻ സാധ്യതയുണ്ട്. കാരണം ആ വരുന്ന കമ്മ്യൂണിറ്റി അങ്ങനെ തന്നെ ആ വന്ന ക്യാപിറ്റൽ അതുപോലെ തന്നെ റീബൈ ചെയ്യപ്പെടുകയാണ്. പ്രോഫിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ.
സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു ഫണ്ട് ഫ്ലോ എങ്ങനെയായിരിക്കും? ഞാൻ പറഞ്ഞു $20 രജിസ്റ്റർ ചെയ്യാതെ ഈ സിസ്റ്റത്തിലേക്ക് ആർക്കും കടന്നു വരാൻ സാധിക്കില്ല. സോ $20 1000 ഐഡികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. ഇന്ന് മുതൽ ഒരു 1000 ഐഡി രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എങ്കിൽ $20,000 ടേൺ ഓവർ നടക്കും. അതിൽ 52% ടെദ്രോസിന്റെ ലിക്വിഡിറ്റിയിലേക്ക് കയറുന്നതാണ് $10,400. അപ്പോൾ പ്രസന്റ് ലിക്വിഡിറ്റിയിലേക്ക് അത്രയും എമൗണ്ട് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈസ് ചേഞ്ച് സംഭവിക്കും, നല്ല രൂപത്തിൽ സംഭവിക്കും. ഈ $20 ചെയ്ത എല്ലാ ഐഡിയിലും ഒരു $2,500 വെച്ച് ബൈ ചെയ്യുന്നു എന്ന് ഞാൻ ഇമാജിൻ ചെയ്യുന്നു എങ്കിൽ $25 ലക്ഷം ടേൺ ഓവർ ആയി. അതിൽ 40% $10 ലക്ഷം കൊണ്ട് സ്മാർട്ട് കോൺട്രാക്റ്റിൽ ബൈ നടന്നു. $15 ലക്ഷം കൊണ്ട് മാർക്കറ്റ് പ്ലേസിൽ ബൈ നടന്നു. മാർക്കറ്റ് പ്ലേസിൽ ബൈ നടക്കുന്നതിന്റെ ആ എമൗണ്ട് പൂർണ്ണമായിട്ടും മാർക്കറ്റ് പ്ലേസ് ബയർ പൂളിലേക്കാണ് പോവുക. സോ ആ ബയർ പൂളിൽ ഒരു എമൗണ്ട് വരുമെന്ന കാര്യത്തിൽ 100% നമുക്ക് ഈ ഫണ്ട് ഫ്ലോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സെയിം ടൈം മാർക്കറ്റ് പ്ലേസിന് വേണ്ടി ഒരു ലിക്വിഡിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. ആ ലിക്വിഡിറ്റി വരുന്നത് സ്മാർട്ട് കോൺട്രാക്റ്റിൽ വരുന്ന 10 ലക്ഷത്തിൽ നിന്നാണ്. ആ 10 ലക്ഷത്തിൽ നിന്ന് 10% $1 ലക്ഷം ടെദ്രോസിന്റെ ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടും. സോ പ്രൈസ് ഗ്രോത്ത് വീണ്ടും വരും, തർക്കമില്ല. ഒരു 20% മാർക്കറ്റ് പ്ലേസിന്റെ ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടും. സോ മാർക്കറ്റ് പ്ലേസിൽ ലിക്വിഡിറ്റി അവിടെ ഫോം ആയി. ഒരു 22% എക്സിസ്റ്റിംഗ് മാർക്കറ്റ് പ്ലേസിലെ സെൽ ഓർഡർ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. $2,25,000. അഫിലിയേറ്റ് പേ ഔട്ട് ആയിട്ട്, ലീഡേഴ്സ് കമ്മീഷനായിട്ട്, റാങ്ക് ലെവൽ ഇൻകത്തിനായിട്ട് 47.5% $4,75,000 ഉപയോഗിക്കും. ആ എമൗണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ അതിൽ 20% ഡിഡക്ഷൻ ഉണ്ടാകും. കാരണം 3x എന്നൊരു ലിമിറ്റ് ടോവ എക്സ് എന്ന പ്ലാറ്റ്ഫോമിൽ ഇല്ല. ആ 20% $4,75,000 20% എന്ന് പറയുമ്പോൾ $95,000 ആയി. ആ $95,000 4 തുല്യ ഭാഗമായിട്ട് ഭാഗിക്കുമ്പോൾ ഒരു ഭാഗം $23,750 ആണ്. അത് ടെദ്രോസിൻ ലിക്വിഡിലേക്ക് ആഡ് ചെയ്യപ്പെടും. പ്രൈസ് ചേഞ്ച് വീണ്ടും സംഭവിക്കും. വേറൊരു ഭാഗം മാർക്കറ്റ് പ്ലേസ് ലിക്വിഡിലേക്ക് ആഡ് ചെയ്യപ്പെടും. അപ്പോഴും മാർക്കറ്റ് പ്ലേസ് ലിക്വിഡിന്റെ സ്ട്രെങ്ത് കൂടി. വേറൊരു ഭാഗം ടോവ മാർക്കറ്റ് പ്ലേസിൽ സെൽ ഓർഡറിന് വേണ്ടി ഉപയോഗിക്കും. സോ സെൽ ഓർഡർ വരാനുള്ള പോസിബിലിറ്റി വീണ്ടും കൂടുന്നു. ഇവിടെ ചിന്തിക്കേണ്ട വിഷയം, ഈ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ ഈ ഐഡികളിലെല്ലാം 20% ടച്ച് ചെയ്താൽ ഇതേ എമൗണ്ട് റീബൈ ചെയ്യപ്പെടും. സോ $25 ലക്ഷം ടേൺ ഓവർ വീണ്ടും സംഭവിക്കും. വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെയാണ് ഫണ്ട് ഫ്ലോയിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടോവ മാർക്കറ്റ് പ്ലേസിലെ സെൽ ഓർഡർ ഫിനിഷ് ചെയ്ത് പോകുന്ന കാര്യത്തിലോ, മാർക്കറ്റ് പ്ലേസ് ബയർ പൂളിൽ ഫണ്ട് വരുന്ന പ്രോസസ്സിന്റെ കാര്യത്തിലോ, മാർക്കറ്റ് പ്ലേസ് ലിക്വിഡിറ്റിയിൽ ഫണ്ട് വരുന്ന പ്രോസസ്സിന്റെ കാര്യത്തിലോ ഈ സിസ്റ്റത്തിൽ ഗ്രോത്ത് സ്പീഡ് എത്രമാത്രം വേഗത്തിൽ നടക്കുമെന്ന കാര്യത്തിലോ ഒരാൾക്കും സംശയിക്കേണ്ട ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം പറയുന്ന സിൽവർ, ഗോൾഡ്, എമറാൾഡ്, ഡയമണ്ട് റാങ്കുകളെല്ലാം വളരെ വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്ത് വളരെ വലിയ അച്ചീവ്മെന്റിലേക്ക് നമുക്ക് എല്ലാവർക്കും കുതിക്കാൻ സാധിക്കും. സോ സുഹൃത്തുക്കളെ, ടെദ്രോസ് എന്ന പ്ലാറ്റ്ഫോം വലിയ മാറ്റമാണ് ലോകത്ത് സംഭവിപ്പിക്കാൻ പോകുന്നത്. ഉഡ ടെക്നോളജിയെ കുറിച്ച് ലോകം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ മീറ്റിംഗ് ഹാളിൽ നിൽക്കുന്ന എല്ലാവരും ഡയമണ്ട് റാങ്ക് ക്വാളിഫൈ ചെയ്ത് ടെദ്രോസിന്റെ ടോപ്പ് ലെവലിൽ നിന്ന് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറണം. അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തിങ്കിങ് പാറ്റേൺ വ്യത്യസ്തമായിരിക്കണം. 100 പേരെ എടുത്തു പരിശോധിച്ചാൽ അതിൽ ഒരാളാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് മാറുക. എന്താണ് അയാൾ സക്സസ്ഫുൾ ആയി മാറാൻ കാരണമെന്ന് ചോദിച്ചാൽ ബാക്കി 99 പേരും ചെയ്തിൽ നിന്ന് വ്യത്യസ്തമായി അവർ എന്തോ ചെയ്തു. വിജയിക്കാൻ വളരെ എളുപ്പമാണ്. വിജയിച്ച ആൾക്കാർ ചെയ്ത മെത്തേഡ് ഫോളോ ചെയ്താൽ മാത്രം മതി. ചെയ്ത ആൾക്കാരെല്ലാം ഒരു സിസ്റ്റത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ജസ്റ്റ് കേട്ട് അതങ്ങനെ യൂസ് ചെയ്യാം എന്ന് ലേസിനെസോടെ കാണുന്നവരായിരിക്കില്ല. ആ സിസ്റ്റത്തെ കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നവരായിരിക്കും. അതിന്റെ ഫണ്ട് ഫ്ലോയെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നവരായിരിക്കും. അതിൽ വരാൻ പോകുന്ന മാറ്റങ്ങളുടെ സാധ്യത എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് റിസർച്ച് ചെയ്യുന്നവരായിരിക്കും. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആവശ്യമായ ടീം വർക്ക് ഉണ്ടാക്കിയെടുക്കുന്നവരായിരിക്കും. ലോകത്ത് വിജയിച്ച ആൾക്കാർ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഇന്ത്യയിലെ അതിസമ്പന്നന്മാരുടെ പട്ടിക എടുത്ത് നോക്കിയാൽ അദാനിയെ കാണാം, അംബാനിയെ കാണാം, ടാറ്റ ഗ്രൂപ്പിനെ കാണാം, ബിർല ഗ്രൂപ്പിനെ കാണാം, അസിം പ്രേംജിയെ കാണാം, ഇൻഫോസിസിനെ കാണാം. ഇവരെല്ലാം ചെയ്ത മെത്തേഡ് എന്താണ്? ഒരേ ഒരു മെത്തേഡാണ്.
ടീം വർക്ക്. കൃത്യമായി ടീമിനെ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്തു. ജസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇട്ടിട്ട് കൈ കെട്ടി നോക്കിയിരിക്കുക അല്ല അവർ ചെയ്തത്. ഈ സിസ്റ്റം ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്. സ്വാഭാവികമായിട്ടും ഈ സിസ്റ്റത്തിൽ വരുന്ന എല്ലാവരും കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിൽ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഈ സിസ്റ്റം ലോകത്തെ ഏറ്റവും നമ്പർ 1 സിസ്റ്റമായിട്ട് മാറും. വുഡ ടെക്നോളജി ലോകം ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ എത്തുമ്പോൾ നമ്മളെല്ലാം കോടികൾ സമ്പാദിക്കുന്ന ആളുകളായിട്ട് മാറും. സോ വിശ്വസിക്കാനും പ്രവർത്തിക്കാനും ചതുരോഷൻ വിർച്വൽ അസറ്റ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ, ടോവ എക്സ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ, ചതുരോഷൻ എന്ന പ്ലാറ്റ്ഫോമിലൂടെ വളരെ വേഗത്തിൽ വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ, നമ്മുടെ കയ്യിലുള്ള പണത്തിന് ട്രേഡിങ്ങിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ, ഈ പ്ലാറ്റ്ഫോമിനെ മാർക്കറ്റ് ചെയ്ത് വളരെ വ്യത്യസ്തമായ ഈ ആശയത്തിന്റെ പവർ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവരും നമ്മളും ഒരുപോലെ ഏൺ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ, ഒരു വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രസന്റേഷന്റെ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു മജീദ് സാർ. ഈ ആശയത്തെക്കുറിച്ച്, പുതിയ ടെക്നോളജിയെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്ന മജീദ് സാറിന് 1000 അഭിവാദ്യങ്ങൾ. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ആശയം കേട്ടത് നമ്മളാണ്. നമ്മളെ ഇൻവൈറ്റ് ചെയ്ത ലീഡർ ഈ ടീം ലീഡേഴ്സുമായിട്ട് സംസാരിച്ചുകൊണ്ട് നാം എന്താണോ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്, ഒരു മാറ്റം, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടി, നമ്മുടെ കുടുംബം, നമ്മൾ ചെയ്യുന്ന ജോലിയോടൊപ്പം ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഒരു ട്രേഡറായിട്ട്, അതല്ലെങ്കിൽ ഒരു ബിസിനസ് ബിൽഡ് ചെയ്തുകൊണ്ട് ഈ ബിസിനസ് ആശയത്തിലൂടെ ഒട്ടനവധി ആളുകൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ വരുമാനം വാങ്ങുന്നുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒത്തുചേരാനുള്ള അവസരം ഇവിടെയുണ്ട്. മലയാളത്തില് എല്ലാ തിങ്കളാഴ്ചയും, ബുധനാഴ്ചയും, വെള്ളിയാഴ്ചയും നമുക്ക് സൂം മീറ്റിംഗ് ഉണ്ട്. അത് കൂടാതെ തന്നെ മറ്റുള്ള ദിവസങ്ങളിൽ തമിഴിലും ഹിന്ദിയിലും, അതുകൂടാതെ ഈ ലീഡേഴ്സ് പേഴ്സണൽ ആയിട്ട് മീറ്റിങ്ങുകൾ, ഈ മീറ്റിംഗ് ആശയം ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ലീഡേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ബിസിനസ് ചെയ്യുവാനും ഇവിടെ ഒത്തുചേർന്ന എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ഈ ഒരു തുടക്കം ജീവിതത്തില് വരും കാലങ്ങളിൽ വലിയ വലിയ സമ്പത്ത് നേടുവാനും ഐശ്വര്യപൂർണമാകുവാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുകയാണ്. ഏതെങ്കിലും കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ആളുകളെ ഇതേ നിമിഷം ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എത്രയും വേഗം അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ചന്ദ്രോഷൻ ലോകത്ത് വിപ്ലവകരമായി മാറുന്ന ഈ ആശയത്തിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജീവിതത്തിലെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ രാത്രി നമുക്ക് വിട പറയാം. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.